വേദി വിട്ട് 10 മിനിറ്റിനകം SPGക്ക് പ്രധാനമന്ത്രിയുടെ ഫോൺ കോൾ. ആദ്യം പരിഭ്രമം, ആവശ്യം കേട്ടപ്പോൾ അല്പം ആശ്വാസം. തിരുവല്ലയിൽ വേദി വിട്ട് 10 മിനിറ്റിനകം തിരുവല്ലയിലെത്തിയ SPGയുടെ സംഘത്തിന് പ്രധാനമന്ത്രിയുടെ ഫോൺ കോൾ. ആദ്യമൊന്ന് പരിഭ്രമിച്ചെങ്കിലും ആവശ്യം കേട്ടപ്പോൾ അല്പം ആശ്വാസം. തിരുവല്ലയിലെ വേദിയിൽ കണ്ട പേപ്പർ വെയിറ്റ് ഡൽഹിയിൽ അയക്കാനായിരുന്നു നിർദ്ദേശം. ഫെങ്ഷൂയി ഇനത്തിലെ താമരയുടെ പേപ്പർ വെയിറ്റാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവല്ലയിൽ ആകർഷിച്ചത്. ഫെങ്ഷൂയി എന്നത് ചൈനീസ് വാസ്തുവിദ്യയുടെ ഭാഗമാണ്. പ്രതലത്തിൽ ഉറച്ച ശേഷം താമര കറക്കാൻ കഴിയുന്ന തരത്തിലെ പേപ്പർ വെയിറ്റാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലെ വേദിയിലുണ്ടായിരുന്നത്. ക്രിസ്റ്റലിൽ നിർമ്മിച്ച 16 ദളങ്ങളോടുകൂടിയ താമര തിരുവല്ലയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടയിൽ നിന്നാണ് വാങ്ങിയത്. 2 എണ്ണം വേണമെന്നാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത്. രാത്രി തന്നെ ഗ്രീൻ റൂമിന്റെ ചുമതലയുണ്ടായിരുന്ന സംഘാടകർ തിരുവല്ല PWD ഗസ്റ്റ് ഹൗസിലെത്തി അവിടെയുണ്ടായിരുന്ന SPG സംഘത്തിന് ഇവ കൈമാറി. സംഘം പിന്നീട് ഡൽഹിക്ക് മടങ്ങുമ്പോൾ ഇത് പ്രധാനമന്ത്രിയെ ഏൽപ്പിക്കും. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തിരുവല്ലയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അണിയിച്ചത് 200 കിലോയുടെ താമരമാല. ഇത് തയ്യാറാക്കിയത് പെരിങ്ങര പേരകത്ത് വീട്ടിലെ ഇന്ദിരാമ്മ എന്ന 85 വയസ്സുകാരിയാണ്. 1500 താമര പൂക്കളുടെ ഭീമൻ മാലയാണ് മോദിക്കായി തയ്യാറാക്കിയത്. 3 ദിവസത്തെ പരിശ്രമ ഫലമാണ് മാല. 1 മണിക്കൂറോളം നീണ്ട സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് മാല വേദിയിൽ എത്തിച്ചത്. 6 വോളണ്ടിയർമാർ ചേർന്നാണ് മാല ഉയർത്തിയത്. പ്രധാനമന്ത്രിക്കായി ബന്ദിയും തുളസിയും താമരയും ചേർത്തുള്ള മാലയായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. 300 കിലോയുടെ മാല. എന്നാൽ SPGയുടെ മാനദണ്ഡ പ്രകാരം ഭാരം കുറയ്ക്കുകയായിരുന്നു. ഇതോടെയാണ് താമര മാത്രമായി 200 കിലോയിൽ മാല ഒതുക്കിയത്. കേരളത്തിലെ പ്രചാരണത്തിൽ മലയാളത്തിൽ പ്രസംഗം ആരംഭിക്കുന്ന പതിവ് തെറ്റിക്കാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജയ് കേരളം, ജയ് വികസിത കേരളം എന്ന പ്രസംഗം ആരംഭിച്ച നരേന്ദ്രമോദി കേരളത്തിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞാണ് അഭിവാദ്യം ചെയ്തത്. ഇടയ്ക്കിടെ എൻ്റെ സുഹൃത്തുക്കളെ എന്ന് അഭിസംബോധന ചെയ്ത മോദി വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുമെന്ന് മലയാളത്തിൽ പ്രഖ്യാപിച്ചു. പ്രസംഗത്തിന്റെ അവസാനം മലയാളത്തിൽ പ്രസംഗിക്കാൻ സാധിക്കാത്തതിൽ ഖേദവും പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രിക്ക് പരിഭാഷകനായി സ്ഥാനാർത്ഥി. ഹരിപ്പാട് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ സന്ദീപ് വചസ്പതിയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ പരിഭാഷകനായത്. BJP ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് സന്ദീപ്. ചൂടിൽ വിയർത്തെങ്കിലും അണികൾക്ക് മോദിയെ കണ്ടപ്പോൾ ആവേശം ആളിക്കത്തി. മുഴക്കമേറിയ ശബ്ദത്തിൽ ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം, മോദി മോദി വിളികൾ. കാത്തിരിപ്പിന്റെ മണിക്കൂറുകൾക്ക് ശേഷം NDA പൊതുയോഗ വേദിയിൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ NDA പ്രവർത്തകർ അക്ഷരാർത്ഥത്തിൽ ഇളകി പറഞ്ഞു. കൊടും ചൂടിൽ 3 മണിക്കൂറിലേറെയാണ് പ്രവർത്തകർ കാത്തിരുന്നത്. NDAയുടെ പ്രധാന നേതാക്കളും 11 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും വേദിയിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും കുടുംബവും അഴിമതിക്കാരെന്ന രാഹുൽ ഗാന്ധി, അജ്ഞതയും അധിക പ്രസംഗവുമെന്ന് പിണറായി വിജയൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എങ്ങനെയാണോ നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത്, അതുപോലെയാണ് മോദി പിണറായി വിജയനെ നിയന്ത്രിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. മുഖ്യമന്ത്രിയും കുടുംബവും അഴിമതിക്കാരാണെന്ന് കേരളത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും അറിയാമെന്നും എന്നിട്ടും മോദി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും കുടുംബത്തെക്കുറിച്ച് മിണ്ടാത്തതെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. അതേസമയം രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ആക്രമിച്ചവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപം മിതമായ ഭാഷയിൽ അജ്ഞതയും അധിക പ്രസംഗവുമാണെന്ന് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു.